ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജലത്തെ പറ്റിയാണ്. എന്തിനെ പറ്റിയാണ്? ജലം. ജലത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള, നമ്മുടെ ബേസിക് നീഡ്സുകളിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് വെള്ളമെന്ന് പറയുന്നത്. കവി പാടിയതുപോലെ വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ എന്നാണ് കവി പാടിയത്. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ത് ജലത്തിന്. അപ്പം നമ്മൾ PC പരീക്ഷകളിലാണെങ്കിലും ജലം എന്നതിനെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. നമുക്ക് അതിൻ്റെ ചില പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ നോക്കാം. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമതായി ജലത്തിൻ്റെ പ്രത്യേകതകളാണ് നോക്കുന്നത്. എന്താണ് ജലത്തിൻ്റെ പ്രത്യേകതകൾ? നമ്മുടെ ഒരു കോമൺ സെൻസിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ജലത്തിന് നിറമുണ്ടോ? ഇല്ല. ജലത്തിന് നിറമില്ല. വ്യാപ്തമുണ്ട്, അല്ലേ? വോളിയമുണ്ട്. പിന്നെ മണമില്ല. ജലം അത് എടുക്കുന്ന പാത്രത്തിൻ്റെ ആകൃതിയിലായിരിക്കും, അല്ലേ? എന്ന് വെച്ചാൽ ജലം നമ്മൾ വട്ടപാത്രത്തിൽ എടുക്കുകയാണെങ്കിൽ ജലത്തിൻ്റെ ഷേപ്പ് റൗണ്ട് ആയിരിക്കും. സ്ക്വയറിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് സ്ക്വയർ ആയിരിക്കും. അങ്ങനെ ജലത്തിന് പ്രത്യേകിച്ച് ആകൃതിയില്ല. അത് എടുക്കുന്നത് എന്ത് വസ്തുവിലാണോ ആ വസ്തുവിൻ്റെ ആകൃതിയിലായിരിക്കും അത് കാണപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ജലത്തിന് നിറമില്ല, വ്യാപ്തമുണ്ട്, മണമില്ല, ജലത്തിന്റെ ആകൃതി അതെടുക്കുന്ന വസ്തുവിന്റെ അടിസ്ഥാനത്തിൽ ഇരിക്കും, വസ്തുവിന്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇരിക്കും. ഇനി വാതകങ്ങൾ ജലത്തിൽ ലയിക്കുന്നതാണ്, അല്ലേ? വാതകങ്ങൾ എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഇതൊക്കെ എന്താണ്? ജലത്തിൽ ലയിക്കുന്നതാണ്. ഇനി ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജൻ ആണ് അക്വേറിയത്തിലെ മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് വാതകങ്ങൾ ജലത്തിൽ ലയിക്കുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പം അക്വേറിയത്തിലെ മത്സ്യങ്ങൾ എങ്ങനെയാ ശ്വസിക്കുന്നത്? വെള്ളത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജന്റെ സഹായത്തോടെയാണ് അത് ശ്വസിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ്, ഞാൻ ഈ ഭാഗത്ത് എടുക്കാൻ പോകുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും PSC ചോദിക്കുന്നതുമായ ക്വസ്റ്റ്യൻ. ലായനി. എന്താണ് ലായനി? എന്താണ് ലായനി? സൊല്യൂഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ ലായനിക്കകത്ത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ലീനം, സൊല്യൂട്ട്, ലായകം, സോൾവെന്റ്. അപ്പം നമുക്കൊരു ലായനി തന്നിട്ട്, സൊല്യൂഷൻ തന്നിട്ട് അതിനകത്ത് ലീനം ഏതാണ് ലായകം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് തരും. അപ്പൊ അത് നമ്മൾ എന്താണെന്ന് നോക്കാം. അതായത് ലയിച്ച് ചേരുന്ന വസ്തു എന്താണോ അതാണ് ലീനം. എങ്ങനെയാ? ലയിച്ച് ചേരുന്ന വസ്തു എന്താണോ അതാണ് ലീനകം, ലീനം. അത് സൊല്യൂട്ട്. ഒന്നുകൂടെ പറയാം, ലയിച്ച് ചേരുന്നത് എന്തോ അതാണ് ലീനം, സൊല്യൂട്ട്. ഇനി ഈ ലീനം ലയിച്ച് ചേരുന്നത് ഏത് വസ്തുവിലാണോ അതാണ് സോൾവെന്റ്. ലീനം ലായകത്തിൽ ലയിച്ചു ചേരുമ്പോൾ അതെന്തായി മാറുന്നു? ലായനിയായി മാറുന്നു. ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ തോന്നും. അയ്യോ, ലീനം, ലായകം, ലായനി മാറിപ്പോവല്ലോ എന്നോർക്കും. പക്ഷെ അതിന് നമ്മളൊരു ഉദാഹരണം ഓർത്തിരുന്നാൽ മതി. പഞ്ചസാര ലായനി ഓർക്കുക. എന്താണ് പഞ്ചസാര ലായനി? അതിനകത്ത് ലീനം ഏതാന്ന് ചോദിച്ചാൽ എന്താ? പഞ്ചസാരയാണ്, അല്ലേ? പഞ്ചസാരയല്ലേ നമ്മൾ ഇട്ട് കലക്കുന്നത്. അതെന്തിലാ കലക്കുന്നത്? വെള്ളത്തിലാണ് കലക്കുന്നത്. അപ്പൊ വെള്ളം എന്താണ്? ലായകം. ലീനം പഞ്ചസാര, ലായകം വെള്ളം. ഇപ്പൊ സൊല്യൂഷൻ എന്താണ്? പഞ്ചസാര ലായനി. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ലായനി, അടുത്ത ലായനിയാണ് സോഡ. സോഡയ്ക്കകത്തെ ലീനം എന്താണ്? ഒന്ന് ഓർത്ത് നോക്കിക്കുക. എന്തായിരിക്കും സോഡയ്ക്കകത്തെ ലീനം? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ലായകം എന്താണ്? വെള്ളമാണ്. അപ്പൊ സോഡ, ലീനം കാർബൺ ഡൈ ഓക്സൈഡും, ലായകം വെള്ളവും. ഞാൻ സൊല്യൂട്ട്, സോൾവെന്റ് എന്നൊക്കെ എടുത്തെടുത്ത് പറയാത്തത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അത് എടുത്ത് പറയാത്തത് ലീനം ലായകം എന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുക. അപ്പം നമ്മൾ അയ്യോ ഇതെന്ത് വാക്കാണ്? സൊല്യൂട്ട്, സോൾവെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇത് ഏത് വാക്കാണെന്ന് നമുക്ക് അങ്ങനെ പറ്റരുത്. അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത്. ഇനി നമുക്ക് നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളത്തിനകത്ത് എന്തൊക്കെയുണ്ട്? നാരങ്ങ നീരും പഞ്ചസാരയും ലീനങ്ങളാണ്, അതിനകത്ത് ലയിച്ചു ചേരുന്നതാണ്. പിന്നെ അതെന്തിനകത്താണ് ലയിക്കുന്നത്? വെള്ളത്തിനകത്താണ് ലയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ലായകമെന്ന് പറയുന്നു. അപ്പൊ അതിനകത്തെ ലായനി നാരങ്ങ വെള്ളം. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ലീനം,
ലായകം, ലായനി. ലീനവും ലായകവും കൂടെ ചേരുന്നതാണ് ലായനി. മിക്കപ്പോഴും ലായകം വെള്ളമാണെന്നും ഏത് വസ്തുവാണോ അതിനകത്ത് ഇടുന്നത് അത് ലീനമെന്നും ഓർത്തിരുന്നാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് പറയാൻ പോകുന്നത്, ഈ ജലത്തിന്, ഈ ജലം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയും ജലത്തിന് കുറെ വിശേഷണങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് നോക്കാം. സാർവിക ലായകം എന്നാണ് ജലം അറിയപ്പെടുന്നത്. എന്തെന്നറിയപ്പെടുന്നു? സാർവിക ലായകം. യൂണിവേഴ്സൽ സോൾവെന്റ്. എന്താണ് യൂണിവേഴ്സൽ സോൾവെന്റ്? അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നതും എന്തിനെയാണ്? ജലത്തെയാണ്. എന്ത്? അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നതും ജലത്തെയാണ്. ഇനി ജലത്തെ പറ്റിയുള്ള പഠനം, അതിനെ നമ്മൾ എന്തെന്ന് പറയും? എന്തെന്നാ പറയുന്നത്? ജലത്തെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ എന്തെന്ന് പറയും? ഹൈഡ്രോളജി എന്ന് പറയും. എന്തിനാ പറയുന്നത്? ഹൈഡ്രോളജി എന്ന് പറയും. അതായത് ഈ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഹൈഡ്രോ എന്നതിലായിരിക്കും തുടങ്ങുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ? ഹൈഡ്രോഫോബിയ, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ല. അപ്പൊ എന്നും വെള്ളത്തെപ്പറ്റി സംബന്ധിച്ചിട്ടുള്ളതെല്ലാം ഹൈഡ്രോയിലാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ജലത്തെക്കുറിച്ചുള്ള പഠനം എന്തെന്ന് ഓർക്കുക? ഹൈഡ്രോളജി എന്ന് ഓർക്കുക. ഇനി 2 ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ് പറയാനുള്ളത്. ഒന്ന്, ലോക ജലദിനം. എന്നാണ് ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത്? മാർച്ച് 22. മാർച്ച് 22 അത് ലോക ജലദിനമാണ്. മാർച്ച് 22. അടുത്തത് ദേശീയ ജലദിനം. അത് ഏപ്രിൽ 14. എന്നാണ്? ഏപ്രിൽ 14. അപ്പൊ ഇങ്ങനെ ഓർക്കുക, മാർച്ച് 22 ഏപ്രിൽ 14. ആദ്യം താഴെ നോക്കുക. 1ന്റെ ഇരട്ടിയാണ് 2 അല്ലേ? അതുപോലെ തന്നെ 4ന്റെ പകുതിയാണ് 2. അങ്ങനെ ഓർത്തിരുന്നാൽ എന്ത്? ലോക ജലദിനവും ദേശീയ ജലദിനവും എന്ന് കിട്ടും. മറന്നു പോകുന്നവർക്ക് വേണ്ടി വേറൊരു ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. ലോകം ദേശീയം മാർച്ച് ഏപ്രിൽ 22 14. ഇങ്ങനെ ഓർത്ത് വെക്കുക. എങ്ങനെയാണ്? ലോകം ദേശീയം മാർച്ച് ഏപ്രിൽ 22 14. ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരെണ്ണോടെ പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. റിവേഴ്സ് ഓസ്മോസിസ്. എനിക്ക് തോന്നുന്നു 10th സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ ഈ റിവേഴ്സ് ഓസ്മോസിസ് ഒക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. എന്താണെന്ന് നോക്കാം. കടൽ ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് റിവേഴ്സ് ഓസ്മോസിസ്. നമുക്കത് വിശദീകരിച്ച് നോക്കാം. അപ്പം ഒന്നുകൂടെ പറയാണ്, കടൽ വെള്ളത്തെ ശുദ്ധീകരിച്ച് ശുദ്ധജലം, കുടിവെള്ളം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. റിവേഴ്സ് ഓസ്മോസിസിൽ ലയിച്ചു ചേർന്ന ലവണങ്ങൾ ഒഴിച്ചുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്ത ശേഷം ഉപ്പ് ജലത്തെ അർദ്ധധാര്യ സ്ഥലത്തിലൂടെ കടത്തിവിട്ട് ലവണങ്ങളെ വേർതിരിക്കുന്നു. ഇതിന്റെ pH ക്രമീകരിച്ച ശേഷം കുടിവെള്ളമായി ഉപയോഗിക്കുന്നു. ഇതിനെ നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ലവണങ്ങൾ? എന്താണ്? സാൾട്സ് അല്ലേ? സാൾട്സ് ഒക്കെയാണ്. അപ്പം ഒഴിച്ചുള്ള മാലിന്യങ്ങൾ, ആദ്യം മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. പിന്നെന്താണ്? അർദ്ധധാര്യ സ്ഥലം. എന്താണ് അർദ്ധധാര്യ സ്ഥലം എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷിൽ അതിനെ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താന്ന് പറയുന്നത്? സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നു. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യും? ഈ ഉപ്പ് ജലത്തെ അതിലൂടെ കടത്തി വിട്ടിട്ട് ലവണങ്ങൾ ഓരോന്നായിട്ട് വേർതിരിക്കും. അർദ്ധധാര്യ സ്ഥലത്തിലൂടെ മാലിന്യങ്ങൾ മാറ്റിയ ജലം കടത്തി വിടുമ്പോൾ ലവണങ്ങൾ വേർതിരിച്ച് എങ്ങനെ വേർതിരിക്കും? അർദ്ധധാര്യ സ്ഥലത്തിലൂടെ ഉപ്പ് ജലത്തെ അർദ്ധധാര്യ സ്ഥലത്തിലൂടെ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ കടത്തിവിട്ട് ലവണങ്ങളെ എന്ത് ചെയ്യും? വേർതിരിക്കും. എന്നിട്ട് ഇതിന്റെ pH ക്രമീകരിക്കും. എന്താണ് pH? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. pH ന്യൂട്രൽ ആകുമ്പോഴാണ് അതെന്ത് ജലമായി മാറുന്നത്. അപ്പം അങ്ങനെ അത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുടിവെള്ളം അങ്ങനെയൊക്കെ എന്താ അക്വാഫിന ഗവൺമെന്റിന്റെ ഇതിലൊക്കെയുള്ള അങ്ങനെയുള്ളത് വരുന്നല്ല. ഈ റിവേഴ്സ് ഓസ്മോസിസ് വഴി ശുദ്ധീകരിച്ചിട്ടുള്ള വെള്ളമാണ് നമുക്ക് വരുന്നത്. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ്? ലായനിയാണ്. ലായനിക്കകത്തെ 2 ഇമ്പോർട്ടൻ്റ് ഫാക്റ്റുകൾ പഠിക്കുക. ലീനവും ലായകവും. സൊല്യൂട്ട്, സോൾവെന്റ് രണ്ടുകൂടെ ചേർന്ന് സൊല്യൂഷൻ ആയിട്ട് മാറുന്നു. അതിന്റെ എക്സാമ്പിളും പിന്നെ ഈ റിവേഴ്സ് ഓസ്മോസിസും നോക്കുക.
അങ്ങനെ ജലത്തെ പറ്റി ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോക ജലദിനവും ദേശീയ ജലദിനവും. ലോകം, ദേശീയം മാർച്ച്, ഏപ്രിൽ 22, 14 ഇങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോകളൊക്കെ റിവൈസ് ചെയ്ത് കാണുക, നോട്ട് സൂക്ഷിക്കുക. അടുത്തത് വരുന്ന നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമാകും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.